സാൽവേഷൻ ആർമി മിഷൻ നെറ്റ്വർക്ക് ISWT ന്യൂസ് ബുള്ളറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സോഷ്യൽ സർവീസ് സൺഡേ ആചരണം. സമൂഹത്തിന് സ്നേഹവും കരുണയും സേവനവും നൽകിക്കൊണ്ട് ഇന്ത്യ സൗത്ത് വെസ്റ്റേൺ ടെറിട്ടറി ജൂലൈ 26 സോഷ്യൽ സർവീസ് സൺഡേ ആചരിച്ചു. ഏറ്റവും നല്ലത് ചെയ്യുക എന്ന ദി സാൽവേഷൻ ആർമിയുടെ ദൗത്യത്തെ ഉയർത്തിക്കൊണ്ട് വിവിധ കോറുകളിൽ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ സോഷ്യൽ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ THQ ഓഫീസേഴ്സ് വിവിധ കോറുകൾ സന്ദർശിക്കുകയും രോഗികൾക്ക് ചികിത്സാ സഹായവും ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയറുകളും വിതരണം ചെയ്തു. നെടുമങ്ങാട് ഡിവിഷനിലെ അരുവിപ്പുറം കോർ, അടൂർ ഡിവിഷനിലെ പത്തനാപുരം കോർ, തിരുവല്ല ഡിവിഷനിലെ മടത്തുംഭാഗം കോർ എന്നിവിടങ്ങളിലാണ് വീൽ ചെയറുകൾ നൽകിയത്. കൂടാതെ പൊതുസ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ, സൗജന്യ ഭക്ഷണ വിതരണം, ലവ് ബാസ്ക്കറ്റ് വിതരണം, പാലിയേറ്റീവ് കെയർ, സ്കൂളുകളിൽ പഠനോപകരണ വിതരണം, വൃക്ഷത്തൈ നടീൽ, വൃദ്ധസദന സന്ദർശനം എന്നിവയും നടന്നു. ഉത്തരവാദിത്വത്തോട് പ്രതികരിച്ച് സംസ്ഥാനത്തെ വിവിധ കോറുകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ നെടുവേലി കോറും കാട്ടാക്കട ഡിവിഷനിലെ ഊത്തുകുഴി കോറും ഓഗസ്റ്റ് മാസം 2-ാം തീയതി പ്രത്യേകം നടത്തപ്പെട്ട ശുശ്രൂഷയിൽ തങ്ങളുടെ കോർ വരുമാനത്തിന്റെ 10% THQവിന് നൽകി. നെടുവേലി കോർ സെൽഫ് സപ്പോർട്ടിംഗ് കോറായി പ്രഖ്യാപിക്കപ്പെട്ടതോടൊപ്പം എല്ലാ മാസവും 10% സംഭാവന നൽകാനുള്ള പ്രതിബദ്ധതയും അറിയിച്ചു. ടെറിട്ടോറിയൽ കമാൻഡർ കേണൽ പ്രകാശ് ചന്ദ്ര പ്രധാന് ആദ്യ സംഭാവന കൈമാറി. ഊറ്റുകുഴി കോറിൽ ചീഫ് സെക്രട്ടറി ലഫ്റ്റനന്റ് കേണൽ ജേക്കബ് ജെ ജോസഫ് 10% ലേവി സ്വീകരിക്കുകയും കോറിന്റെ സമർപ്പണത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. കൂടാതെ തിരുവല്ല ഡിവിഷനിലെ കനിച്ചുകുളം കോർ, വെള്ളാംപൊയ്ക കോർ, പുട്ടപ്പുഴ കോർ, തിരുവല്ല സെൻട്രൽ കോർ, മേപ്രാൽ കോർ, വള്ളമല കോർ, പുതുച്ചിറ കോർ എന്നീ കോറുകളും ഈ ദൗത്യത്തോട് പ്രതികരിച്ച് അവരുടെ 10% ലേവി നൽകി. റെസ്പോണ്ട് ടു റെസ്പോൺസിബിലിറ്റി എന്ന സംസ്ഥാനത്തിന്റെ ഈ വർഷത്തെ തീമിനെ വിശ്വസ്തയോടെ ഏറ്റെടുത്ത് ഈ കോറുകളുടെ മാതൃകാപരമായ പ്രതികരണം സംസ്ഥാനത്തിന്റെ ദൗത്യ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്നതിനോടൊപ്പം മറ്റു കോറുകൾക്കും പ്രചോദനമാണ്. മനുഷ്യക്കടത്തിനെതിരായ ലോക ദിനാചരണം. 2026 ജൂലൈ 30 മനുഷ്യക്കടത്തിനെതിരായ ലോക ദിനാചരണം ഇന്ത്യ സൗത്ത് വെസ്റ്റേൺ ടെറിട്ടറി വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഡിവിഷൻ, കോറ് തലങ്ങളിൽ സെമിനാറുകൾ, റാലികൾ, ബോധവൽക്കരണ ക്ലാസുകൾ, ചിത്രരചനാ മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു. ടെറിട്ടോറിയൽ AHT ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പാറശാല കുറുങ്കുട്ടി SALPS മനുഷ്യക്കടത്തിന് പിന്നിൽ കുടുങ്ങിയവർ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. പാറശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AHT ടെറിട്ടോറിയൽ കോർഡിനേറ്റർ മേജർ ലീലാമ സ്റ്റീഫൻസൺ, പാറശാല ASI റാണി K എന്നിവർ ക്ലാസുകൾ നയിച്ചു. തുടർന്ന് മനുഷ്യക്കടത്തിനെതിരായ പ്രതിജ്ഞ ചൊല്ലി. സാൽവേഷൻ ആർമി പബ്ലിക് റിലേഷൻ സെക്രട്ടറി മേജർ TE സ്റ്റീഫൻസൺ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജാൻസി ജോൺ, SRG കൺവീനർ ഷൈനി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഇതര ക്രൈസ്തവ ഐക്യം പുലർത്തി സൈന്യം. CSI കൊല്ലം കൊട്ടാരക്കര ഡയോസിസിന്റെ 2ാമത്തെ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ജോസ് ജോർജ് തിരുമേനിയുടെ മേൽപ്പട്ടത്ത് ശുശ്രൂഷയുടെ 1ാം വാർഷികാഘോഷം കൊല്ലം CSI കത്തീഡ്രലിൽ നടന്നു. ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ ഉമ്മൻ ജോർജ് അധ്യക്ഷനായി. CSI ഡെപ്യൂട്ടി മോഡറേറ്റർ റൈറ്റ് റെവറൻഡ് ഡോക്ടർ VS ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. KCC ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് P തോമസ്, അസോസിയേറ്റ് സെക്രട്ടറി റെവറൻഡ് AR നോബിൾ, KCC തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് റെവറൻഡ് T ദേവപ്രസാദ് എന്നിവർ പങ്കെടുത്തു. രക്ഷാസൈന്യത്തെ പ്രതിനിധീകരിച്ച് മേജർ TE സ്റ്റീഫൻസൺ, പബ്ലിക് റിലേഷൻ സെക്രട്ടറി, ആശംസകൾ അർപ്പിച്ചു. കോർ കേഡറ്റ് റാലി നെടുമങ്ങാട് ഡിവിഷൻ. നെടുമങ്ങാട് ഡിവിഷന്റെ കോർ കേഡറ്റ് റാലി 2026 വിവിധ പരിപാടികളോടെ നടന്നു. റാലിയുടെ ഭാഗമായി 2026 SSLC+2 ഉന്നത വിദ്യാഭ്യാസ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. ഡിവിഷണൽ അധിപതി മേജർ V ഭാഗ്യദാസ്, DDWM മേജർ സഹീന ഭാഗ്യദാസ് എന്നിവർ വിജയികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. തുടർന്ന് സിവിൽ പോലീസ് ഓഫീസറായി നിയമനം ലഭിച്ച മങ്ങിണിക്കോണം കോർ അംഗമായ മിസ് ആർദ്ര ജോയെ ആദരിച്ചു. അനുമോദനങ്ങൾ. ഇന്ത്യൻ വ്യോമസേനയിൽ ജൂനിയർ വാറന്റ് ഓഫീസറായി ഉദ്യോഗ കയറ്റം ലഭിച്ച കാനക്കോട് കോർ അംഗം അലക്സ് മോൻ എസിനെ കോർ ആദരിച്ചു. ജൂലൈ 26 പരിശുദ്ധാരാധനയ്ക്ക് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ കോർ ഓഫീസർ മേജർ TE സ്റ്റീഫൻസൺ അധ്യക്ഷനായി. കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും ലഭിച്ച അംഗീകാരത്തിൽ അലക്സ് മോനെ ഷാൾ അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു. കോർ ഓഫീസർ മേജർ ലീലാമ സ്റ്റീവൻസൺ, ലോക്കൽ ഉദ്യോഗസ്ഥർ എന്നിവരും ആശംസകൾ അറിയിച്ചു. നാഷണൽ സോഷ്യൽ ജസ്റ്റിസ് സെമിനാർ. ദി സാൽവേഷൻ ആർമി നാഷണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ സൗത്ത് ഈസ്റ്റേൺ ടെറിട്ടറിയിലെ VTCL 2026 ഓഗസ്റ്റ് 5 മുതൽ 7 വരെ നാഷണൽ സോഷ്യൽ ജസ്റ്റിസ് സെമിനാർ സംഘടിപ്പിച്ചു.
സാൽവേഷൻ ആർമി സൗത്ത് ഏഷ്യൻ സോൺ ഇന്റർനാഷണൽ സെക്രട്ടറി കമ്മീഷണർ മണികുമാരി ദാസരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കമ്മീഷണർ ജോൺ കുമാർ ദസരി തിരുവചന സന്ദേശം നൽകി. IACT ടെറിട്ടോറിയൽ കമാൻഡർ കമ്മീഷണർ ലാൽഹിംഗ് ലീന, TPWM കമ്മീഷണർ ലാൽഹിംഗ് ഹുയി, ചീഫ് സെക്രട്ടറി ലഫ്റ്റനന്റ് കേണൽ ജാഷിബൻ ക്രിസ്റ്റി എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. വിവിധ വിഷയങ്ങളിൽ കമ്മീഷണർ മണികുമാരി ദാസരി, കേണൽ ഡോക്ടർ ആൻഡ്രൂ ക്രിസ്ത്യൻ, കേണൽ സുനിത എ ക്രിസ്ത്യൻ, ലഫ്റ്റനന്റ് കേണൽ സോനാങ് സംഗി, കേണൽ അനുഗ്രഹ മസി, മിസസ് റെജീന മേരി, മിസസ് ഹിൽഡ കോഷി എന്നിവർ ക്ലാസുകൾ നയിച്ചു. 6 ടെറിട്ടോറികളിൽ നിന്നായി 27 ഡെലിഗേറ്റുകൾ സെമിനാറിൽ പങ്കെടുത്തു. ഇന്ത്യൻ സൗത്ത് വെസ്റ്റേൺ ടെറിട്ടറിയെ പ്രതിനിധീകരിച്ച് മേജർ ഷൈനി ടൈറ്റസ്, മേജർ സുദാമ രവികുമാർ, മേജർ സ്മിത സന്തോഷ്, ലഫ്റ്റനന്റ് ലിഫീന വി ജോൺ എന്നിവർ പങ്കെടുത്തു. ഇന്റർനാഷണൽ യൂത്ത് കോൺഗ്രസ് 2027. സാൽവേഷൻ ആർമിയുടെ ഇന്റർനാഷണൽ യൂത്ത് കോൺഗ്രസ് 2027ന്റെ കൗണ്ട് ഡൗൺ ജൂലൈ 16 ലണ്ടനിലെ അന്താരാഷ്ട്ര ആസ്ഥാനത്ത് പ്രാർത്ഥനയോടെ ആരംഭിച്ചു. എംപവറിംഗ് എ ജനറേഷൻ എന്ന പ്രമേയത്തിൽ 2027 ജൂലൈ 15 മുതൽ 20 വരെ കോൺഗ്രസ് നടക്കും. അന്താരാഷ്ട്ര യൂത്ത് ആൻഡ് ചിൽഡ്രൻ ഓഫീസർ മേജർ ജുവൈറ്റ റൈറ്റ് യുവജനങ്ങളോടുള്ള സാൽവേഷൻ ആർമിയുടെ പ്രതിബദ്ധതയാണ് ഈ കോൺഗ്രസിലൂടെ പ്രകടമാകുന്നത് എന്ന് പറഞ്ഞു. ജനറൽ ലിൻഡൻ ബക്കിംഗ്ഹാം കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒരുക്കങ്ങളുടെ ഓരോ ഘട്ടവും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഹ്വാനം നൽകുകയും ചെയ്തു. തുടർന്ന് ഇന്റർനാഷണൽ യൂത്ത് കോൺഗ്രസ് 2027ന്റെ ഔദ്യോഗിക ലോഗോയും പ്രകാശനം ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 70-ലധികം ഡിസൈനുകളിൽ നിന്ന് ഓസ്ട്രേലിയയിലെ സാൽവേഷൻ ആർമിയിലെ സവന്ന ആർച്ചർ രൂപകൽപ്പന ചെയ്ത ലോഗോയാണ് തിരഞ്ഞെടുത്തത്. ആരാധന, വൈവിധ്യം, ഐക്യം എന്നിവയാണ് ലോഗോയെ പ്രതിഫലിപ്പിക്കുന്നത്. ലീഡർഷിപ്പ് ലിഫ്റ്റ് കോൺഫറൻസ്. ദി സാൽവേഷൻ ആർമിയുടെ ലീഡർഷിപ്പ് ലിഫ്റ്റ് കോൺഫറൻസ് 2026 ജൂലൈ 27 മുതൽ 30 വരെ ശ്രീലങ്കയിൽ നടന്നു. ഇന്റർനാഷണൽ സെക്രട്ടറീസ് കമ്മീഷണർ ജോൺ കുമാർ ദാസരി, കമ്മീഷണർ മണികുമാരി ദാസരി, കമ്മീഷണർ പാറ്റി നെയ്മൻ, ലഫ്റ്റനന്റ് കേണൽ മിഷേൽ, ലഫ്റ്റനന്റ് കേണൽ മിൽട്ടൺ കോളസ്, ലഫ്റ്റനന്റ് കേണൽ ജോസ് പി മാത്യു, ലഫ്റ്റനന്റ് കേണൽ ആലിസ് ജോസ്, മിസ്റ്റർ സാമുവൽ ഷിയറർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകി. നേതൃത്വ വികസനം, ആത്മീക വളർച്ച, ക്രിയാത്മക ആരാധന, ശുശ്രൂഷ ആസൂത്രണം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. സൗത്ത് ഏഷ്യയിലെ വിവിധ ടെറിട്ടറികളിൽ നിന്ന് പ്രോഗ്രാം സെക്രട്ടറിമാർക്ക് വേണ്ടി നടത്തപ്പെട്ട ഈ കോൺഫറൻസിൽ ഇന്ത്യൻ സൗത്ത് വെസ്റ്റേൺ ടെറിട്ടറിയെ പ്രതിനിധീകരിച്ച് പ്രോഗ്രാം സെക്രട്ടറി ലഫ്റ്റനന്റ് കേണൽ ND ജോഷുവ പങ്കെടുത്തു. ഓണവാര യോഗങ്ങൾ. വിശ്വാസികൾക്ക് ആത്മീയ ഉണർവും കൂട്ടായ്മയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഈ വർഷത്തെ ഓണവാര യോഗങ്ങൾ ഓഗസ്റ്റ് 16 മുതൽ ടെറിട്ടറിയിലെ വിവിധ കോറുകളിൽ നടത്തപ്പെടും. ടെറിട്ടോറിയൽ സ്പിരിച്വൽ ലൈഫ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ THQ ഉദ്യോഗസ്ഥർ കാട്ടാക്കട, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം ഡിവിഷനുകളിൽ വിവിധ കോറുകൾ സന്ദർശിക്കും. THQ ദ്വൈമാസ പ്രാർത്ഥന പരമ്പര. ടെറിട്ടോറിയൽ സ്പിരിച്വൽ ലൈഫ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും ആദ്യത്തെയും അവസാനത്തെയും ശനിയാഴ്ചകളിൽ വൈകുന്നേരം 6:30 മുതൽ 8 മണി വരെ പ്രത്യേക പ്രാർത്ഥന നടത്തിവരുന്നു. THQ ഓഫീസർമാരും ജീവനക്കാരും പങ്കെടുക്കുന്ന ഈ കൂട്ടായ്മയിൽ സംസ്ഥാനത്തിന്റെ വിവിധ വിഷയങ്ങൾക്കായും സഭയുടെയും സമൂഹത്തിന്റെയും ആവശ്യങ്ങൾക്കായും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്പിരിച്വൽ ലൈഫ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാവുന്നതാണ്. ICO സെഷൻ 266. ലണ്ടനിലെ സൺബറി കോർട്ടിൽ നടക്കുന്ന ഇന്റർനാഷണൽ കോളേജ് ഫോർ ഓഫീസേഴ്സ് 266ാമത് സെഷനിൽ ഇന്ത്യ സൗത്ത് വെസ്റ്റേൺ ടെറിട്ടറിയെ പ്രതിനിധീകരിച്ച് ലഫ്റ്റനന്റ് കേണൽ ആശ ജസ്റ്റിൻ PHLS പങ്കെടുക്കുന്നു. ICO പരിശീലനവും പഠനവും അനുഗ്രഹീതവും ഫലപ്രദവുമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സാക്കോ സെഷൻ 2027. സൗത്ത് ഏഷ്യൻ കോളേജ് ഫോർ ഓഫീസേഴ്സിന്റെ 2027 ഫെബ്രുവരിയിൽ നടത്തപ്പെടുന്ന സെഷനിലേക്ക് ISWTയിൽ നിന്നും ക്യാപ്റ്റൻ ക്രിസ്റ്റൽ അജ്കുമാർ, ട്രേഡ് സെക്രട്ടറി, ക്യാപ്റ്റൻ കിരൺ P. ജോസ്, സെക്രട്ടറി ഫോർ ബോർഡ്സ് ആൻഡ് കൗൺസിൽ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചിരിക്കുന്നു.